കൊച്ചിയിൽ ഇന്നലെ മരോട്ടി ചുവടിലെ പോലീസുകാരെ യുവാക്കൾ ആക്രമിച്ചതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. എന്താ കേട്ടാ വിവരമില്ലതും തീർന്നു എന്നാ കേട്ടത്. സാറേ ഒരുത്തരെങ്കിൽ ഒരുത്തര കൊന്നിട്ടില്ല നിങ്ങളോട് പോവൂല. വീഡിയോ എടുത്തോളൂ. എന്താടാ പിന്നെ? അല്ല എന്തെങ്ങനെയൊക്കെ പറയണേ? പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം? ആടത്തോടെ വെല്ലുവിളിക്കാണ് കൊന്നിട്ടേ നിങ്ങള് പോവുള്ളൂ. വെല്ലുവിളിക്കാണ് സാറേ, കൊന്നിട്ടേ പോവുള്ളൂ. അധികം നിന്ന് വാചകം അടിച്ച നിന്റെ അണ്ണാക്കിൽ ഞാൻ 12 ഒരു ഒഴിക്കും. അതിന് സാറെന്തിനാ പേടിക്കുന്നത്? നമ്മളല്ലേ പോലീസ്. ഇപ്പൊ സാറ് പറയുന്നത് ഇവിടുന്ന് കോള് വന്നിട്ടുണ്ട്, കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. ആ കംപ്ലൈന്റ് ചെയ്ത ആൾക്കാരെ വണ്ടികളാണ് ഞങ്ങൾ ഈ പോലീസുകാരെ വിടത്തില്ല. നീ നിൽക്കുന്ന ഈ സ്ഥലവും ആ പുള്ളര് അവരെ കയ്യിരിക്കുന്ന സാധനങ്ങളും ഈ ബസ് സ്റ്റാൻഡും എന്തിന് എന്താ നീക്കറ എന്റെ അണ്ടറല്ല സാറുമാരെ ഞങ്ങൾ വിടത്തില്ല. ഒന്നില്ലെങ്കിൽ ഇതിന് വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വരാതെ ഞങ്ങളെ ഇടിവണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുപോകും. ഇല്ലാത്ത ചാർജ് ഷീറ്റ് ചെയ്യും, അടിക്കും എന്നാണ് ഞങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധം ചെയ്യുന്നത്. ഇടിവണ്ടി അപ്പുറത്ത് ഇടിവണ്ടിയുണ്ട്. ഞങ്ങൾ 5 പേരെ മലയാളികളെ ഇടിച്ചു. 21 ഹിന്ദിക്കാരെ റൂമില് ഇട്ട് പൂട്ടിയിട്ടാണ് ഇവര് സംസാരിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് തെളിവ് തന്നിട്ട് വരും. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായി. പിന്നെ മണ്ടയിലേക്ക് കയറിയിരുന്ന ഡയലോഗ് വിട്ടപ്പോൾ അണ്ണം വിചാരിച്ചു ഏതോ സൂപ്പർ ഹിറ്റ് സിനിമയിലെ വില്ലനെ പോലെയാണെന്ന് വിചാരിച്ചു. പക്ഷേ സംഭവം ഇത് കഴിഞ്ഞപ്പോൾ ജയിലിൽ പോയിട്ട് അണ്ണ സാറേ എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറക്കി വിടൂ ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും ഗുരുതരമായിട്ടുള്ള വകുപ്പുകളാണ് ഈ 5 പേർക്കെതിരെയും ചുമത്തിയിരിക്കുന്നത്. ഒന്ന്, പോലീസിന് ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങി ആക്രമിച്ചതിന് പുറമെ പൊതുമുതൽ നശിപ്പിച്ചതിനും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ അടക്കമുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകളുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇവർ നിലവിൽ റിമാൻഡിൽ കഴിയുകയാണ്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.